നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിലവേപ്പ് അതല്ലെങ്കിൽ കിരിയാത്തിനെ കുറിച്ചാണ്. അക്കാന്തേസിയ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം ആൻഡ്രോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്നതാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ഏകവർഷീയ സസ്യമാണിത്. ആയുർവേദത്തിൽ ഇതിനെ ജ്വരഘ്ന ഔഷധങ്ങളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെറുതാണെങ്കിലും വേപ്പിൻ്റെ സാദൃശ്യവും സ്വാദും ഉള്ളതുകൊണ്ട് ഇതിന് നിലവേപ്പ് എന്ന് പറയുന്നത്. കേരളത്തിലുടനീളം ഒരു കളയായി ഇത് വളർന്നു വരുന്നു. ഏകദേശം 1/2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ഏകവർഷീയ സസ്യമാണിത്. ഇതിൻ്റെ ഇല നീളത്തിലും അഗ്രഭാഗം കൂർത്തതുമാണ്. ഇതിൻ്റെ ഇലയിൽ ഞരമ്പുകൾ തെളിഞ്ഞു കാണാവുന്നതാണ്. പത്രകക്ഷത്തിൽ നിന്ന് പൂങ്കുലകൾ ഉണ്ടാവുന്നത്. പൂങ്കുലയിൽ വെളുത്ത നിറത്തിലുള്ള ചെറിയ പുഷ്പങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ ഫലം വളരെ ചെറുതാണ്. അതിൽ 6 തൊട്ട് 12 വരെ ചെറിയ പരന്ന വിത്തുകളാണ് ഉള്ളത്. ഈ ചെടിയുടെ എല്ലാ ഭാഗവും കയ്പ് രസമുള്ളതാണ്. ശരീരതാപം നിയന്ത്രിക്കുന്ന ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗവും ഔഷധയോഗ്യവുമാണ്. ഇതിൻ്റെ ഇലയിൽ ആൻഡ്രോഗ്രാഫോലൈഡ് എന്ന കയ്പുള്ള പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ചെടി മൊത്തമായി കരിച്ചെടുക്കുന്ന ചാമ്പലിൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന കരൾ വീക്കത്തിന് നിലവേപ്പ് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ്. പനി, ജലദോഷം, ചുമ തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് ഉത്തമമായൊരു ഔഷധമാണ്. കരളിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും രക്തം ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ഔഷധമാണിത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. നിലവേപ്പ് അല്ലെങ്കിൽ ഭൂനിമ്പം എന്ന് പറയും. ഈ ഭൂനിമ്പാദി കഷായം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഈ കിരാതതിക്ത എന്ന് അതിന് പേര്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം പനിക്കാണ്. പല വിധത്തിലുള്ള പനിക്കും ഇതിൻ്റെ കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് മാറും. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഈ കരൾ വീക്കം എന്നൊരു രോഗമുണ്ട്. അതിനും ഇതിൻ്റെ സ്വരസം എടുത്ത് തേൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് ഈ ആമവാദം എന്ന് പറഞ്ഞ രോഗത്തിൽ ആദ്യത്തെ അവസ്ഥയിൽ നീരും വേദനയൊക്കെ വരുമ്പോൾ പനിയോടുകൂടി വരുന്ന കണ്ടീഷനിൽ ഈ കിരാതതിക്തയുടെ കഷായം ചുക്ക് പൊടി മേപ്പടി ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ആ നീരും വേദനയും മാറും.